ഇരിക്കൂർ ബ്ലാത്തൂരിൽ സ്കൂൾ, പള്ളി, മദ്രസകൾക്കരികിലെ ചരിഞ്ഞ വൈദ്യുതി ലൈനും ട്രാൻസ്ഫോമറും ഏറെ അപകടഭീതി സൃഷ്ടിക്കുന്നു. സ്കൂൾ പരിസരത്ത് യാതൊരു വേലിക്കെട്ടും ഇല്ലാതെയാണ് ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. ഒരു പുതിയ അധ്യയന വർഷ ആരംഭത്തിലാണല്ലോ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന വിദ്യാർത്ഥി KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഇത്തരത്തിലുള്ള ദാരുണാന്ത്യങ്ങൾ ഇനിയും ഉണ്ടാവാൻ തരത്തിലുള്ളതാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഉപവിദ്യാഭ്യാസ ജില്ലയിലെ ബ്ലാത്തൂർ LP സ്കൂളിനും സെക്കൻഡറി മദ്രസക്കും ജുമാ മസ്ജിദിനും ഇരിക്കൂർ കമാലിയ മദ്രസ AUP സ്കൂൾ സെക്കൻഡറി മദ്രസയ്ക്കും തൊട്ടു പരിസരത്താണ് KSEBയുടെ ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനും സ്ഥിതി ചെയ്യുന്നത്. ഇരിക്കൂർ ബ്ലാത്തൂർ പാതയരികിൽ പടിഞ്ഞാറേ താഴത്ത് മൂലക്കെട്ടുപാറ, കലിക്കോട്, പാറ്റക്കൽ ഗ്രാമീണ റോഡുകൾക്കിടയിൽ ബ്ലാത്തൂർ ഗാന്ധിവിലാസം ALP സ്കൂളിനും തർബിയത്തുൽ ഉലൂം സെക്കൻഡറി മദ്രസക്കും ഷാദുലി ജുമാ മസ്ജിദിനും വെളിപ്പാടകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ മൊത്തം ഫീഡറുകളിലേക്കുള്ള വൈദ്യുതി നൽകി നിയന്ത്രിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഇത്. സംസ്ഥാന പാതയിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിൽ കമാലിയ UP സ്കൂൾ മുറ്റത്തിനോട് തൊട്ടുരുമിയാണ് നിരവധി ലൈനുകളും കണക്ഷനുമുള്ള വൈദ്യുതി തൂണും കിടക്കുന്നത്. ഇത് രണ്ടും വൈദ്യുതി വകുപ്പിന് താക്കീതാണ്. ഈ ട്രാൻസ്ഫോമറിന് ഒരു വേലിക്കെട്ടിൻ്റെ സുരക്ഷ പോലും ഇല്ലാതെ വർഷങ്ങളായി ഇവിടെ കിടക്കുകയാണ്. KSEBയിൽ ഉയർന്ന നിരവധി ഉദ്യോഗസ്ഥരടക്കമുള്ള ബ്ലാത്തൂരിനെ പോലീസ് ഗ്രാമമെന്നാണ് അറിയപ്പെടുന്നത്. മേൽ ട്രാൻസ്ഫോമർ കക്കട്ടുംപാറയിലേക്കുള്ള ജംഗ്ഷൻ കൂടിയാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ജീവന് ഭീഷണിയായി കിടക്കുന്നു. കയ്യെത്തും ഉയരത്തിൽ 15ഓളം വലിയ ഫ്യൂസുകളും ഉണ്ടിവിടെ. ഇവിടെ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ട് 50 വർഷം കഴിഞ്ഞതായി പരിസരവാസികൾ പറഞ്ഞു. കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ്. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, ഒരു ഫ്യൂസ് കെട്ടാൻ വിളിച്ചാൽ പോലും അവർ വരാൻ വിമുഖത കാണിക്കുക, വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിഫലം വാങ്ങിക്കുക. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് അറിഞ്ഞ് എല്ലാ മേഖലയിലും എത്തി കാറ്റുമഴയും വന്നാലും നിമിഷങ്ങൾക്കകം അല്ലെ മണിക്കൂറുകൾക്കകം അവര് ലൈന് ക്ലിയർ ആക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഏറ്റവും അഭിനന്ദനീയമാണ്. പക്ഷെ ചില നിരുത്തരവാദിത്വം അല്ലെങ്കിൽ അശ്രദ്ധ പല മേഖലയിലും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിന് കാരണം എന്താ ഞാൻ പറയുന്നില്ല. സ്കൂളിലുണ്ടായ ഇലക്ട്രിക് ലൈന് പോകുമ്പോൾ എടുക്കേണ്ടതായ ചില മുൻകരുതൽ. ഇവിടെ ഇപ്പം ബ്ലാത്തൂര് സ്കൂളിനടുത്തായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് എൻ്റെ പുറകിൽ കാണുന്നത്. വലിയ ലോഡ് വഹിക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. സാധാരണ KSEB കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ കണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ കാണുന്നത് അതിന് ചുറ്റും വേലി കെട്ടി അടിയിൽ മെറ്റലൊക്കെ ഇട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് KSEB ചെയ്തു വരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് മറന്നുപോയതാണോ ഇനി വിട്ടുപോയതാണോ എന്നറിയില്ല. ഇത് ഏതായാലും അപകട നിലയിലാണുള്ളത്. 4 പോസ്റ്റുകളും ചരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പാണ്, തൊട്ടടുത്ത് തന്നെ സ്കൂളാണ്, അതിനപ്പുറം പള്ളി, മദ്രസ, പിന്നെ ഒരുപാട് ജനങ്ങൾ കൂടുന്ന ഒരു ഏരിയയും കൂടിയാണ്. അടുത്ത് തന്നെ കടകളും ഒക്കെ ആൾക്കാരുള്ളതാണ്. ഒരു വളവ് കൂടിയാണ്. വാഹനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ ഇടിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു വേണ്ടത്ര സുരക്ഷയില്ലാന്ന് ജനങ്ങൾക്ക് മൊത്തം ഒരു ആക്ഷേപമുണ്ട്. അത് എത്രയും പെട്ടെന്ന് KSEB ആ കാര്യം പരിഹരിച്ച് ഇത് ഏറ്റവും സുരക്ഷിതമാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത്. ബ്ലാത്തൂരിലെ ഒരു ട്രാൻസ്ഫോമറിന്റെ സ്ഥിതിയാണ് ഇത്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഉള്ളത്. സ്കൂളും മദ്രസയും അടുത്തുള്ള ഒരു പ്രദേശത്ത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലാണ് ഇത് നിലകൊള്ളുന്നത്. ഇതിനെ സുരക്ഷിതമായി ഒരു വേലി കെട്ടി ഇതിനെ നല്ല രീതിയിലാക്കി ആക്കണമെന്നാണ് ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഇതിനു മുമ്പേ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നടപടികൾ വൈദ്യുതി വകുപ്പും അതിന് സംവിധാനം ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിയന്തരമായിട്ട് ഇതിന് പരിഹാര മാർഗം ഉണ്ടാക്കുകയും ഇതിനുള്ള സുരക്ഷിത വലയം സൃഷ്ടിക്കണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. ബ്ലാത്തൂർ ALP സ്കൂൾ ജംഗ്ഷനടുത്തുള്ള ട്രാൻസ്ഫോമറാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ഒന്ന്, അതിൻ്റെ ഫീഡറിലേക്കുള്ള ഹൈറ്റ്, വേലിക്കെട്ടില്ല, മരങ്ങൾ, ഏത് നിമിഷം പൊട്ടിവീഴാനായിട്ടുള്ള മരങ്ങൾ, 100 കണക്കിന് കുട്ടികളും ബസ് യാത്രക്കാരും പോകുന്ന 3 കൂടിയ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും വേണ്ടപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളും ഇതിനൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാരനെന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഉള്ള ഇവിടുത്തെ ട്രാൻസ്ഫോമറിൽ നിന്ന് അപകട സുരക്ഷയ്ക്കായി ഇരുമ്പ് വേലി നിർബന്ധമായിട്ടും സ്കൂൾ PTA നാട്ടിലെ സംഘടനകളോ
ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും ഇരുമ്പ് വേലി നീണ്ടുപോകാൻ ഇടയായി. ഇനിയും മറ്റൊരു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പായി ഈ ട്രാൻസ്ഫോമറിന് അടിയന്തരമായി ഒരു ഇരുമ്പ് വേലി നിർമ്മിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും സ്കൂൾ മഹല്ല് സംഘടനാ കമ്മിറ്റികളുടെയും ആവശ്യം. കമാലിയ സ്കൂൾ മതിലിനോട് ചേർന്ന ലൈൻ കേബിളാക്കി മാറ്റുകയോ ഉയരത്തിലുള്ള തൂൺ വെച്ച് ലൈൻ ഉയർത്തി അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് പ്രഥമ അധ്യാപികയും വൈദ്യുതി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 സ്കൂളുകളും മദ്രസകളിലുമായി 1000-ലധികം കുട്ടികൾ പഠനം നടത്തി വരുന്നുണ്ട്.